ജനുവരി 24 ബുധനാഴ്ച. മാർക്കോസ് 4:1-20 വരെ വാക്യങ്ങൾ. ജർമ്മനിയിലെ ലുബെക്കിലുള്ള കത്തീഡ്രലിൽ സന്ദർശകർക്ക് ഒരു പഴയ ലിഖിതം കാണാം. നമ്മുടെ കർത്താവായ ക്രിസ്തു നമ്മോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ എന്നെ മാസ്റ്റർ എന്ന് വിളിക്കുന്നു, എന്നാൽ എന്നെ അനുസരിക്കുന്നില്ല. നിങ്ങൾ എന്നെ വെളിച്ചം എന്ന് വിളിക്കുന്നു, എന്നാൽ എന്നെ കാണുന്നില്ല. നിങ്ങൾ എന്നെ വഴി എന്ന് വിളിക്കുന്നു, എന്നാൽ അതിലൂടെ നടക്കുന്നില്ല. നിങ്ങൾ എന്നെ ജീവൻ എന്ന് വിളിക്കുന്നു, എന്നാൽ എന്നെ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്നെ ജ്ഞാനി എന്ന് വിളിക്കുന്നു, എന്നാൽ എന്നെ അനുഗമിക്കുന്നില്ല. നിങ്ങൾ എന്നെ ധനികൻ എന്ന് വിളിക്കുന്നു, എന്നാൽ എന്നോടൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ എന്നെ നിത്യനെന്ന് വിളിക്കുന്നു, എന്നാൽ എന്നെ അന്വേഷിക്കുന്നില്ല. നിങ്ങൾ എന്നെ ദയുള്ളവനെന്ന് വിളിക്കുന്നു, എന്നാൽ എന്നിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്നെ മാന്യൻ എന്ന് വിളിക്കുന്നു, എന്നാൽ എന്നെ സേവിക്കുന്നില്ല. നിങ്ങൾ എന്നെ വീരൻ എന്ന് വിളിക്കുന്നു, എന്നാൽ എന്നെ ബഹുമാനിക്കുന്നില്ല. നിങ്ങളെ ഞാൻ കുറ്റം വിധിച്ചാൽ എന്നെ കുറ്റപ്പെടുത്തരുത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ വിതക്കാരൻ്റെയും വിത്തിൻ്റെയും ഉപമ നൽകുന്നു. നമുക്കറിയാവുന്നതുപോലെ ചില വിത്തുകൾ വഴിയരികിൽ വീണു, പക്ഷികൾ ചാടി വീണ് അവ തിന്നു. മറ്റു വിത്തുകൾ പാറക്കെട്ടുകളിൽ വീണു. ഈ വിത്തുകൾ വേഗത്തിൽ മുളച്ചെങ്കിലും വേരുകൾ മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടാഞ്ഞതിനാൽ ചെടികൾ വാടിപ്പോയി. പിന്നെ ചില വിത്തുകൾ നല്ല നിലത്ത് വീണു. അവ മുളച്ച് സമൃദ്ധമായ വിളവുണ്ടായി. ഈ ഉപമ നമ്മിൽ നിരവധി ചോദ്യങ്ങൾ ഉണർത്തുന്നുണ്ട്. യേശുവിൻ്റെ വചനം ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? എൻ്റെ ഹൃദയത്തിലെ മണ്ണ് പാറയോ? എൻ്റെ ഹൃദയത്തിൻ്റെ മണ്ണ് യേശുവിൻ്റെ വചനം എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ സ്ഥിരതാമസമാക്കാൻ അനുവദിക്കുന്നുണ്ടോ? അതോ ഞാൻ അവിടുത്തെ വചനം ശ്രവിക്കുകയും ഉപരിപ്ലവമായ തലത്തിൽ തുടരുകയും ചെയ്യുന്നുണ്ടോ? യേശു എന്നോട് സംസാരിക്കുന്ന വചനം ആന്തരികമാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ? യേശുവിൻ്റെ വചനം കേൾക്കാൻ കഴിയുന്നതുവരെ ഞാൻ ക്ഷമയോടെയും ശാന്തമായും അവനോടൊപ്പം ഇരിക്കുമോ? സുവിശേഷം വായിക്കാൻ എളുപ്പമാണ്. എന്നിരുന്നാലും സുവിശേഷത്തോടെ പ്രാർത്ഥിക്കുന്നതിന് സമയവും ശ്രദ്ധയും തുറന്ന ഹൃദയവും ആവശ്യമാണ്. യേശുവിൻ്റെ വാക്കുകൾ ശക്തമാണ്. അവ അതിശയകരവും സത്യവുമാണ്. അവൻ പറയുന്നത് കേൾക്കാനും വിശ്വസിക്കാനും ജീവിക്കാനുമുള്ളതാണ്. പലരും വചനം നിരസിക്കുന്നതായി തോന്നുമെങ്കിലും വചനം ഒരിക്കലും വെറുതെ ആകില്ല. കാരണം അവൻ ക്ഷമയും സ്നേഹവും കരുണയും ഉള്ളവനാണ്. തക്ക സമയത്ത് കഠിനമായ ഹൃദയങ്ങൾ പോലും ഉരുകുകയും വചനത്തിൻ്റെ വിത്ത് അവിടെ നട്ടുപിടിപ്പിക്കുകയും മുളപ്പിക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യും.
പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ അവനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയത്തെ ഫലഭൂയിഷ്ഠമാക്കുകയും അവിടുത്തെ വചനങ്ങളുടെ പൂന്തോട്ടമാക്കുകയും ചെയ്യാം. എല്ലാറ്റിനും ഉപരിയായി തീർച്ചയായും നമ്മൾ നല്ല മണ്ണാണെന്ന് എല്ലാവർക്കും വെളിപ്പെടട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.